ഹലോ ഗൈസ്, നമ്മളിന്നൊരു കന്യാകുമാരി ട്രിപ്പ് വന്നേക്കോണം കേട്ടോ. ഇത് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ വണ്ടി വെയിലത്തായിട്ടേക്കണം, അതിന്റെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ പാർക്കിംഗ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. ഈ ഓവറായിട്ട് സ്വർണ്ണിട്ടേക്കുന്ന ചേച്ചിയാണ് ഈ വീടിന്റെ ഉടമസ്ഥ. കൂടെ നിൽക്കുന്ന എന്റെ ഉടമസ്ഥ. ഇത് അവരുടെ തലതെറിച്ച മകൾ നിസ്സിയ. കണ്ണാടി വെച്ച് അത്രയും ഭാഗത്ത് വൃത്തികേട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവളത് വെച്ച്. അപ്പൊ ഞങ്ങൾ നേരെ ഹൗസ് വാമിംഗ് വീട്ടിലേക്ക് പോകണം. നല്ല കിട്ടില്ലം പെയ്യാണ് കേട്ടോ. ഇതാണ് വീട്. ഈ നിൽക്കുന്ന ജ്വല്ലറി കടയാണ് ഈ വീടിന്റെ ഉടമസ്ഥ. വീട് തുറക്കാത്തതുകൊണ്ട് എല്ലാവരും വീടിന്റെ മുറ്റത്ത് കസരയിട്ടിരിക്കുവാണ് കേട്ടോ. എല്ലാവരും എണീറ്റ് നിന്നു. പള്ളിയിലച്ചൻ വന്ന് പ്രാർത്ഥിച്ചു, റിബൺ കട്ട് ചെയ്തു. ആദ്യം വീട്ടിലേക്ക് കയറിയത് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ കൊടവും കൊണ്ടാണ്. തമിഴിൽ പ്രാർത്ഥന എല്ലാം അറിയാന്ന് കാണിക്കാൻ വേണ്ടി ചുണ്ടനെനിക്ക് എല്ലാത്തിനും ഞാൻ പറ്റിച്ചു. അതിന്റെ ഇടയ്ക്ക് ഒരുത്തൻ ചാവേർ ആക്രമണത്തിന് ശ്രമിച്ചു. അമ്മ അത് തടഞ്ഞു. അടുത്തത് പാലൊഴിക്കൽ ചടങ്ങാണ്. ഇതേപോലെ 3 പ്രാവശ്യം നമ്മൾ പാലിന്റെ അകത്തേക്ക് ഒഴിക്കണം. അടുത്ത ആക്രമണത്തിന് അവൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് മിസ്സസ് ഐറൻ വന്ന് കലത്തിൽ പാലൊഴിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒഴിക്കണമെന്ന് അറിയാണ്ട് നിസീം വന്നിട്ട് കലത്തിൽ പാലൊഴിച്ചിട്ട് പോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന 100ഓളം ജനങ്ങൾ എന്നോടും ആവശ്യപ്പെട്ടപ്പോൾ ഞാനും വന്ന് കലത്തിൽ പാലൊഴിച്ചിട്ട് പോയി. ഇനിയാണ് അവിടുത്തെ ഏറ്റവും വലിയ കോമഡി നടക്കുന്നത്. എല്ലാവരും കലത്തിലേക്ക് പാലൊഴിക്കുമ്പോൾ ഒഴിച്ച പാലെല്ലാം തിരിച്ചൊഴിക്കാൻ കാണിച്ച ആ മനസ്സ് അതാരും കാണാണ്ട് പോകരുത്. അവസാനം അപ്പുറത്തെ ജില്ലയിൽ നിന്ന് ആന്റി ഓടി വന്നിട്ട് എങ്ങനെ ഒഴിക്കേണ്ടെന്ന് ക്ലാസ് കൊടുത്തതിന് ശേഷം ആന്റി പോയി. കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, കാണിക്കുന്ന മൊത്തം മണ്ടത്തരവാ. ദൈവൾ ഇവിടെയും വന്ന. അടുത്തായിട്ട് ഗ്യാസ് കത്തിക്കൽ ചടങ്ങാണ്. കുറെ നേരമായിട്ട് അവർ ഗ്യാസ് കത്തിക്കാൻ നോക്കുവാണ്. പക്ഷെ ഗ്യാസിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാനാണ് ഓഫാക്കി വെച്ചത്. പക്ഷെ അവരത് അറിഞ്ഞില്ല. ഇനി പാല് തിളച്ച് പോകുന്നവരെ എല്ലാവർക്കും വെയിറ്റ് ചെയ്യാൻ. കാരണം എന്നാൽ മാത്രമേ അതിൻ്റെ അകത്തുനിന്ന് പാൽ എല്ലാവർക്കും എടുത്ത് കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിസി ഒരുപാട് വെയിറ്റ് ചെയ്ത് മടുത്തു. ആദ്യത്തെ ഗ്ലാസ് പാലിന് വേണ്ടി നിൽക്കുന്ന നിപ്പാണ് കേട്ടോ. രണ്ടാമത്തെ ഗ്ലാസ് പാല് ഇവള് കൊണ്ടുപോകുന്നു ഉറപ്പിച്ച്. മൂന്നാമത്തെ ഗ്ലാസ് പാല് കുടിക്കാൻ നിൽക്കുന്ന നിപ്പാണ് കേട്ടോ. ഇത് അവസാനം പാല് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്നൊക്കെ പാട്ട് കേൾക്കാനൊക്കെ തുടങ്ങിയിട്ടോ. ആദ്യമായിട്ടാണ് പാല് തിളച്ച് പോകുമ്പോഴത്തേന് ഇത്ര സന്തോഷത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ അമ്മ എപ്പോഴും പാല് തിളച്ച് പോകാറുണ്ടെന്ന് നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട്. എന്നിട്ട് തിളച്ച് പോയതിനെ തുടർന്ന് കണ്ണങ്കയിൽ എറിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഏതൊരു കാർന്നർ വന്നിട്ട് ഒരുപാട് പഞ്ചസാരയും പിന്നെ ചേച്ചി കുറെ പഴവും അതിൻ്റെ അകത്തേക്ക് ഇട്ട്. ഞാൻ ആദ്യം വിചാരിച്ച് പഴം ഇട്ടതിന് ശേഷം ഷെയ്ക്ക് അടിക്കുമായിരിക്കുന്നു. പിന്നീട് മനസ്സിലായ ആ പാലാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നിസീം ഞാൻ ഷോർട്ട് കട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന പാലതേ ഈ പുള്ളിക്കാരിക്ക് കൊടുത്തു. ഹൗസ് വാമിങ്ങിന്റെ അന്ന് തന്നെ അവരൊരു മകന്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ കേക്ക് തീർക്കാൻ വേണ്ടി കുറച്ചുപേര് വണ്ടിയും പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തീർന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നിസിക്ക് ചപ്പാത്തി, എനിക്ക് ബിരിയാണി. നിസി ഡയറ്റ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ചപ്പാത്തിയൊക്കെ റെഡി ആക്കിയിട്ടാണ് വന്നത് കേട്ടോ. എനിക്ക് നല്ല ഹെവി ഫുഡായിരുന്നു. എനിക്ക് അവർ 2-3 ചിക്കന്റെ കാലൊക്കെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അതൊക്കെ എവിടെ പോയതൊരു പിടുത്തമില്ല. ഇനിയാണ് പൈസ കൊടുക്കൽ ചടങ്ങ്. അതിന് വേണ്ടിയിട്ടുള്ള ഇടിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കും. പക്ഷെ ഇവരത് മേടിക്കില്ല. സ്വന്തം വീട്ടുകാരെ കൊണ്ട് മേടിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ചേച്ചിക്ക് അതിന്റെ ആവശ്യമില്ല. കയ്യിലും കഴുത്തിലും വീട്ടിലൊക്കെ ആയിട്ട് 1 കോടി അടുപ്പിച്ച് സ്വർണ്ണം വീട്ടിൽ ഇരിപ്പുണ്ട്. മിസ്റ്റർ ഫിഷിന്റെ AC ആണ്, കട്ടിലൊന്നുമില്ല. ഞങ്ങളോട് ഇവിടെ കടന്നോളാൻ പറഞ്ഞു. ഇതിപ്പോ 12ാമത്തെ ഐസ്ക്രീമാണ് ഈ അക്ക കഴിക്കുന്നത്. TV വെക്കേണ്ട സ്ഥലത്ത് TV ഉള്ള ഈ അക്ക കയറിയിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. പിന്നെ പ്രത്യേകം പറഞ്ഞത് യൂട്യൂബിൽ ഇടരുന്നു. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഈ അക്കയുടെ മകൾ വന്നിട്ട് ചെറിയ ഡാൻസ് ഒക്കെ കളിച്ച് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടോ. അത് കഴിഞ്ഞ് ഈ 2 തള്ളമാരുടെ ഡാൻസും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വ്ളോഗ് എടുക്കാനുള്ള ഫുള്ള് മൂടും അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ നിർത്തുവാറാട്ടാ. ബൈ. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം.